Welcome to Garam Masala, the magic spices of cooking. Chicken Madhooth. ഇന്ന് നമുക്ക് ചിക്കൻ മദ്ഹൂത്ത് തയ്യാറാക്കി എടുക്കാം. ഒരു അറബിക് റൈസ് ആണ് ഇത്. വളരെ ഈസി ആയി റെഡിയാക്കി എടുക്കാവുന്നതാണ് ഈ റൈസ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം നമുക്ക് ഇതിനെ നല്ലൊരു മെയിൻ ഡിഷായി സെർവ് ചെയ്യാം. അതുപോലെ തന്നെ പാർട്ടിക്കെല്ലാം നമുക്ക് ഈ ഡിഷിനെ സെർവ് ചെയ്യാം. വളരെ ഈസി ആയി ഈ ചിക്കൻ മദ്ഹൂത്ത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 5 ഏലക്ക, 6 ഗ്രാമ്പു, 1 ഇഞ്ച് നീളമുള്ള പട്ട ഇതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. തണുത്തതിനു ശേഷം നമുക്ക് ഇതിനെ പൊടിച്ചു വെക്കണം. ഈ മദ്ഹൂത്തിലോട്ട് ഞാൻ റെഡിമെയ്ഡ് മസാലയൊന്നും ചേർക്കുന്നില്ല. അടുത്തതായി നമുക്ക് 1 ബ്ലാക്ക് ലെമൺ, 2 ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇവ എടുക്കാം. ഇനി നമുക്ക് അരപ്പ് കൂടെ തയ്യാറാക്കി വെക്കണം. ഇതിനുവേണ്ടി ഞാൻ 4 മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ 4 മീഡിയം സൈസ് ക്യാരറ്റ്, 10 ചെറിയ വെളുത്തുള്ളി, 1 ഇഞ്ച് നീളമുള്ള 1 ഇഞ്ചിയുടെ പീസ് ഇവ കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചു വെക്കാൻ. നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി മാറ്റി വെക്കണം. ഇനി നമുക്ക് മദ്ഹൂത്ത് തയ്യാറാക്കി എടുക്കാം. നമുക്ക് വലിയൊരു വെസൽ എടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒലിവ് ഓയിൽ ഒഴിക്കാം. 3-4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കാം. ഇനി ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. ഈ മദ്ഹൂത്തിലോട്ട് നെയ്യൊന്നും ചേർക്കാറില്ല സാധാരണയായി. അടുത്തതായി നമുക്ക് ഇതിലോട്ട് സവാളയാണ് ചേർക്കേണ്ടത്. ഇവിടെ ഞാൻ 1 സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയൊരു സവാളയാണിത്. നമുക്കിതിനെ പാനിലോട്ട് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അടുത്തതായി നമുക്ക് കുരുമുളകും ചിക്കൻ സ്റ്റോക്ക് ക്യൂബും മഞ്ഞൾപ്പൊടിയും ബ്ലാക്ക് ലെമണും എല്ലാം ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള സ്പൈസ് പൗഡർ ചേർക്കാം. ഇതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഇതിന്റെ നല്ലൊരു ഫ്ലേവർ വരട്ടെ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തക്കാളിയുടെയും ക്യാരറ്റിന്റെയും അരപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളച്ചു വരട്ടെ. ഇതിന്റെ റോ സ്മെൽ ഒന്ന് പോകണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ആണ് എടുക്കേണ്ടത്. 1.5 കിലോ ചിക്കൻ ആണിത്. അറബിക് ഡിഷിലെല്ലാം വലിയ പീസ് ചിക്കൻ ആണ് ഉണ്ടായിരിക്കുക. ഇതുപോലെ വലിയ പീസ് ആക്കിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിനെ കൂടെ പാനിലോട്ട് ചേർക്കാം. ഇതിനെ നന്നായി വഴറ്റിയെടുക്കാം. 3-4 മിനിറ്റ് ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേണം ഇളക്കി കൊടുക്കാൻ. ഇനി ഇതിനെ അടച്ചു വെച്ച് 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. അപ്പോഴേക്കിനും ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി വരും. ഇത് 1 കിലോ ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് ആണ്. ഈ ബസ്മതി റൈസിനെ നന്നായി കഴുകിയതിനു ശേഷം അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ബിരിയാണിയിൽ നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയി വരികയുള്ളൂ. അരമണിക്കൂറിന് ശേഷം ഇതിനെ ഡ്രൈൻ ചെയ്ത് മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഒഴിക്കേണ്ടത്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ചു വരട്ടെ. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. വെള്ളത്തിൽ ഉപ്പ് മുന്നിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ റൈസ് കുക്കായി വരുമ്പോൾ അതിൽ ഉപ്പുണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ചിക്കൻ പീസസിലും ഉപ്പുണ്ടായിരിക്കുകയുള്ളൂ. ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനെ അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി വരും. അതുപോലെ തന്നെ ചിക്കൻ ഹാഫ് കുക്കായിട്ടുമുണ്ട്. അരമണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ റൈസാണിത്. റൈസിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. റൈസ് നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിനെ ഉടനെ തന്നെ മിക്സ് ചെയ്തെടുക്കരുത്. അങ്ങനെയെങ്കിൽ റൈസ് ഉടഞ്ഞു പോകും. 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതിനെ വളരെയധികം സൂക്ഷിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ പീസസും കുക്കായിട്ടുണ്ട്. റൈസ് ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കിതിനെ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ചിക്കൻ മദ്ഹൂത്ത് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ സലാട്ട ഹറ അല്ലെങ്കിൽ ടൊമാറ്റോ ഗ്രേവിയുടെ കൂടെ സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.